അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് എപ്പോഴും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
ഈശോ അവനോട് അരുൾ ചെയ്തു, നീ ഇന്ന് എന്നോടുകൂടെ പരദേശിലായിരിക്കുമെന്ന് നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഈശോയുടെ കുരിശിനടുത്ത് അവിടുത്തെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപാസിന്റെ ഭാര്യയായ മറിയവും മഗ്ദലന മറിയവും നിന്നിരുന്നു. അമ്മയും താൻ സ്നേഹിച്ചിരുന്ന ശിഷ്യനും സമീപത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈശോ അമ്മയോട് അരുൾ ചെയ്തു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. അനന്തരം അവിടുന്ന് ആ ശിഷ്യനോട് അരുൾ ചെയ്തു, ഇതാ നിന്റെ അമ്മ. ഉടൻ തന്നെ ആ ശിഷ്യൻ അവളെ സ്വീകരിച്ചു. സമയം 6 മണിയായി. ഇടന്ന് സൂര്യൻ ഇരുട്ടുപോയി. 9 മണി വരെ നാട് മുഴുവൻ അന്ധകാരമായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചു, ഏൽ ഏൽ ലമാ സബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നെ ഉപേക്ഷിച്ചത്? അടുത്തു നിന്നിരുന്നവർ ഇത് കേട്ട് ഇങ്ങനെ പറഞ്ഞു, അനന്തരം സമസ്തവും നിറവേറി കഴിഞ്ഞിരുന്നുവെന്ന് ഗ്രഹിച്ച് വിശുദ്ധ ലിഖിതത്തിന്റെ പൂർത്തീകരണത്തിനായി ഈശോ ഇപ്രകാരം അരുൾ ചെയ്തു, എനിക്ക് ദാഹിക്കുന്നു. ചുരുക്കാൻ നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞി എടുത്ത് ചുരുക്കായിൽ മുക്കി ഒരു ഞാങ്ങണമേൽ വെച്ചു കെട്ടി അവിടുത്തെ അത്തരത്തോട് അടുപ്പിച്ചു. അത് കണ്ട് മറ്റുള്ളവർ പറഞ്ഞു, ഈശോ ചുരുക്ക രുചിച്ച ശേഷം ഇങ്ങനെ അരുൾ ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ ഈ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. ദൈവമേ, നന്ദി.
കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോലെന്നുമെന്നും കുരിശു വഹിച്ചു നിൻ കാൽപ്പാടുപിൻ ചെന്ന കൽപ്പിച്ച നായക നിന്റെ രക്തത്താലിൻ പാപമാലിന്യം കഴുകിയിടമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായെ, ശിരസിൽ മുൾമുടി ധരിച്ചും തോളിൽ മരക്കുരിശ് വഹിച്ചും അങ്ങ് ഗാഗുൽത്തായിലേക്ക് പോയ ആ വഴിയിലൂടെ അങ്ങേ ദിവ്യമാതാവിനോടൊത്ത് ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു. മാനസികമായ അങ്ങയുടെ ക്ലേശങ്ങൾക്കും ശാരീരികമായ അങ്ങേ പീഠാസഹനങ്ങൾക്കും ഞങ്ങളുടെ പാപങ്ങളാണല്ലോ കാരണമായത്. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ മനസ്തപിക്കുന്നു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. നിത്യനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാനായ കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും വിലാപത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുല ചിന്തയായ അങ്ങേ മാതാവിൻ്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി അനുതാപികളായ ഞങ്ങളും അങ്ങയെ അനുഗമിക്കട്ടെ. അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളും വേദനകളും സഹിച്ച് കുരിശും വഹിച്ചുകൊണ്ട് ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാനും ജീവിത ബലി പൂർത്തിയാക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹം അവിടുന്ന് പ്രദാനം ചെയ്യണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ എന്റെ ഹൃദയത്തിലും പതിപ്പിച്ചെടുപ്പിക്കണമേ. മരണത്തിനായി വിധിച്ചു കരയറ്റ ദൈവത്തിൻ ഞാൻ
അനുഷ്ഠിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗെത്സമൻ തോട്ടത്തിലെ രക്തം വിയർപ്പാക്കിയ യേശുവിൻ്റെ പ്രാർത്ഥന. അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ചു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകറ്റണമേ. എങ്കിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ, ബലി പൂർത്തിയാക്കുവാൻ ആത്മീയ ചൈതന്യവും കരുത്തും തൻ്റെ പിതാവിനോട് അവിടുന്ന് പ്രാർത്ഥിച്ചു. അവിടുത്തെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാസ് ഈശോയെ ചുംബിച്ചുകൊണ്ട് ഒറ്റിക്കൊടുത്തു. യഹൂദ പടയാളികളാൽ ബന്ധിതനായി ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. യഹൂദ പ്രമാണിമാരും സൈന്യാധിപന്മാരും പ്രധാന പുരോഹിതന്മാരും നിറഞ്ഞ സദസ്സിൽ സർവ്വരാജകീയ ആഡംബരങ്ങളോടും കൂടി ഉപവിഷ്ടനായിരിക്കുന്ന പീലാത്തോസ് രാജകൊട്ടാരത്തിന് മുൻപിൽ അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന ആർത്തിരമ്പുന്ന ജനസമുദ്രം. അവരുടെ ഇടയിൽ ഏകനായി നമ്മുടെ രോഗങ്ങളും വേദനകളും പാപങ്ങളും വഹിച്ച സ്നേഹത്തിന്റെ മഹനീയ മാതൃക നമുക്ക് കാണിച്ചു തന്ന മനുഷ്യപുത്രൻ ഈശോ. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ് രക്തം വാർന്നൊലിക്കും, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, വാടിത്തളർന്ന മിഴികൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. ക്രൂശിക്കുവാൻ ആക്രോശിക്കുന്ന ജനങ്ങൾക്ക് മുൻപിൽ തനിക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈശോയുടെ നിഷ്കളങ്കമായ മുഖം പീലാത്തോസിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. മുറവിളി കൂട്ടുന്ന ജനങ്ങൾക്ക് വേണ്ടി പീലാത്തോസ് നീതിക്ക് നിരക്കാത്ത, മനസ്സാക്ഷിക്ക് യോജിക്കാത്ത ആ വിധിവാചകം ഉച്ചരിച്ചു, കുരിശു മരണം. ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. അവിടുന്നെല്ലാം നിശബ്ദനായി സഹിച്ചു. ലോക ചരിത്രത്തിന്റെ മഹത്വം നിറഞ്ഞ ത്യാഗത്തിന്റെ കഥ, ലോക മനസാക്ഷിയെ പിടിച്ചു നിർത്തിയ സ്നേഹബലി, മനുഷ്യകുലത്തിന്റെ ഒന്നാകെയുള്ള പാപപരിഹാരത്തിനുള്ള ദിവ്യമായ ബലി ഇവിടെ ആരംഭിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദരിദ്രഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് ഈശോ മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചാരത്തിൽ സ്നേഹിതന്മാർ ആരുമില്ല. അവിടുത്തെ ശിഷ്യന്മാരിൽ യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുത്തു. പത്രോസ് അവിടുത്തെ തള്ളിപ്പറഞ്ഞു. മറ്റു ശിഷ്യന്മാരോ ഭീതിയാൽ ഓടി ഒളിച്ചു. അവിടുത്തെ വചനങ്ങൾ കേട്ടവരും അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലമനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ. അവരെല്ലാം എന്നോ പോയി മറിഞ്ഞു. ഓശാന പാടി ആർപ്പുവിളികളോട് എതിരേറ്റവർ ഇന്ന് നിശബ്ദരായിരിക്കുന്നു.
കുരിശും ചുമന്നുകൊണ്ട് അങ്ങയുടെ ശിഷ്യന്മാരാൽ പോലും പരിത്യക്തനായി ക്രൂരന്മാരായ പടയാളികളുടെ മധ്യയെ അവിടുന്ന് വഹിച്ചു കൊണ്ടുപോയ കുരിശിന് കാരണമായ ഞങ്ങളുടെ പാപങ്ങളുടെയും അവയുടെ സാഹചര്യങ്ങളെയും ഞങ്ങൾ വെറുക്കുന്നു. അവയെക്കുറിച്ച് മനസ്തപിക്കുകയും ഇനി പാപം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നാഥ, ഞങ്ങളുടെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും ദുരിതങ്ങളുടെയും കുരിശു ചുമന്ന് അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ ഞങ്ങളിതാ പിന്തുടരുന്നു. വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതവും കുരിശു നിറഞ്ഞതായി തോന്നുമ്പോൾ നിരാശരാകാതെ അങ്ങയുടെ മാതൃകയെ പിന്തുടർന്ന് കുരിശുകളെ സന്തോഷപൂർവ്വം സഹിക്കുവാനും ജീവിത ബലി പൂർത്തിയാക്കുവാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നവരുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു, കല്ലുകൾ നിറയും പെരുവഴിയിൽ. പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു, ചെന്നീണം വാർന്നൊഴുകി. മാനവരില്ല, വാനവരില്ല, താങ്ങി തുണച്ചിടുവാൻ. പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു, ചെന്നീണം വാർന്നൊഴുകി. മാനവരില്ല, മാനവരില്ല, താങ്ങി തുണച്ചിടുവാൻ. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ കഴിയാതെ ലോകനാഥൻ കൂടി വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. ഗാഗുൽത്തായിലേക്കുള്ള യാത്ര കല്ലുകളും ഉൾപ്പെടത്തുകളും നിറഞ്ഞവഴി ക്ഷീണിച്ച് കിടക്കുന്ന ആളുകൾ തോളിൽ ഭാരമേറിയ മലർവെച്ച് യൂതന്മാരുടെ ചാട്ടുപാടിയിൽ ഈശോ മുഖംകുത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ കൊണ്ട് രക്തം വാർന്നൊഴുകുന്നു. യൂതന്മാരുടെ പരിഹാസവചനങ്ങൾ
ഞങ്ങളെ രക്ഷിക്കുന്നു. അവിടുന്ന് കുരിശുമായി ഒന്നാമത് നിലത്ത് വീണതിന് യോഗ്യതകളെയോ ഞങ്ങളുടെ പാപങ്ങൾ വിശിഷ്യ വിചാരത്താൽ ഞങ്ങൾ ചെയ്തുപോയ എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുകയും മേലിൽ ആത്മീയമായ വീഴ്ചകളിലൂടെ നിർമ്മലരായ ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ.
കാൽവരിയിലെത്തും മുമ്പേ അവിടുന്ന് മരിച്ചുപോയിരിക്കുന്നത് യൂദന്മാർ ഭയന്നു. ജീവനോടുകൂടി ഈശോയെ കുരിശിൽ തറയ്ക്കുവാനാണ് അവർ ആഗ്രഹിച്ചത്. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. ഗബ്രിയേൽകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോബോസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. കരുണാനിധിയായ കർത്താവേ, ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ തീർച്ചയായും സഹായിക്കുമായിരുന്നു. എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. സ്നേഹിതരെ, അവിടുന്ന് ചുമക്കുന്നത് നമ്മുടെ കുരിശാണ്. അവിടുന്ന് പീഡനമേൽക്കുന്നത് നമ്മുടെ പാപങ്ങൾ കാരണമാണ്. നമ്മെ ആത്മീയ പ്രകാശത്തിലേക്ക് നയിക്കുന്നതിനായി അവിടുന്ന് ഉടമശിക്ഷയുടെ വഴിയിലൂടെ കടന്നു പോകുന്നു. നാം വഴിതെറ്റി നടന്നു ആ പാപഭാരങ്ങളാണ് അവിടുന്ന് ചുമക്കുന്നത്. അതിനാൽ ചുറ്റുമുള്ളവരെ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ നീ അനുഗ്രഹിക്കണമേ. അപ്പോൾ ഞാൻ ശിമയോനെ പോലെ അനുഗ്രഹീതനാകും. അങ്ങയെ പ്രകാരത്തിലും എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, പ്രഭുസനായ കർത്താവേ, തിരുനാമങ്ങൾ എന്റെ ഹൃദയത്തിൽ പ്രതിഫലിപ്പിക്കണമേ. മറ്റൊരു മനസ്സിനെ വിങ്ങിപ്പൊട്ടുന്ന വിരോധിക്കാം. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജനക്കൂട്ടത്തെ തള്ളിമാറ്റി പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. മറ്റുള്ളവർ പുലമ്പുന്നത് അവൾ ശ്രദ്ധിച്ചാൽ സ്നേഹം ഒരു പ്രതിബന്ധവും അറിയുന്നില്ല. അതാ അവൾ അവിടുത്തെ അടുത്തെത്തി രക്തവും ഉയർപ്പും
ലഹരി കൊണ്ട് പരമഭക്തിയായ അവൾ തന്റെ തുവാല കൊണ്ട് അവിടുത്തെ തിരുമുഖം തുടച്ചു. അപ്പോൾ ഹൃദയം കാണുന്ന വസുദേവന്റെ തിരുമുഖച്ചായ ആ വെള്ളത്തുവാലയിൽ തെളിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട നാഥ, എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി. ആരെയും ഞാൻ കണ്ടില്ല. എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല. പ്രവാചകൻ വഴി അരുളി ചെയ്ത ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞ കർത്താവേ, വെറോനിക്കയെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളുടെ ഹൃദയങ്ങളെ സന്നദ്ധമാക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുഖങ്ങൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം. ഈശോ രണ്ടാം പ്രാവശ്യം കുരിശുമായി നിലത്ത് വീഴുന്നു. അതാ ബലഹീനനായ ഈശോ വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ വീണ്ടും വീണ്ടും ക്രൂരതയുടെ കനത്ത ചട്ടവെട്ടുകൾ. പാപപരിഹാരത്തിനായി ചിന്തപ്പെടുന്ന യേശുവിന്റെ ചുവടുകൾ മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കായി ചിന്തപ്പെട്ട അപാരമായ രക്തം. പുതിയ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിനായി വേദനയുടെ വഴിയിലൂടെ നീങ്ങുന്ന എന്റെ ദിവ്യനാഥൻ. പിതാവേ, ഞാനിതാ വീണ്ടും നിന്റെ വഴിയിൽ തളർന്നു വീഴുന്നു. ഞാൻ കുഴിയിൽ മുഖമൊത്തി വീഴുമ്പോൾ കണ്ണുകളിൽ പരിഹസിച്ചാർത്തു വിളിക്കുന്നു. എങ്കിലും ഞാനത് ഗൗനിക്കുകയില്ല. എന്നാൽ എന്റെ പിതാവ് എനിക്ക് നൽകി പാലപാടമോ ഞാൻ കുടിക്കുവാൻ ബാധ്യസ്ഥനത്. എന്റെ പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറ്റൽ മാത്രമാണ് എന്റെ
പാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്നുകാരി അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു. അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് മാനസികതയില്ല. ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കുവാൻ കഴിവില്ലാതെ വരയുകയും ചെയ്യുന്നു. അങ്ങയെ തൃക്കൈ നീട്ടി ഞങ്ങളെ ഈശോയെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥിരേ, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, പുരുഷനായ പിതാവിന്റെ തിരുമുഖങ്ങൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം. ഈശോ ഓർസലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. അതാ നോക്കുക, ഓർസലേമിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. അവിടുത്തെ തിരുവോരങ്ങളും വേരുകളും ഒട്ടുപാവുകളും ജനങ്ങളാൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. തലയിൽ മുൾമുടിയും തോളിൽ മരക്കുരിശുമായി ഒരു കുറ്റവാളിയെ പോലെ പടയാളികൾ ആരെയാണ് കൊണ്ടുവരുന്നത്? അവർ പരസ്പരം നോക്കി. അവർക്ക് സുപരിചിതനായ വിശ്വാസം അവിടെ നിന്ന് വെള്ളത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഓർസലേം തെരുവുകളുടെ അട്ടഹാസങ്ങളും ആർപ്പുപടികളുമായി അവരുടെ പ്രിയപ്പെട്ട നാഥൻ യേശുവിനെ കാൽവരിയിലെ
തന്റെ കഠോരമായ വേദനയിലും അവിടുന്ന് അവരെ ആശ്വസിപ്പിക്കുകയാണ്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ഓർത്ത് കരയരുത്. നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയരുത്. മനുഷ്യന്റെ ഉച്ചതലത്തോട് ഈ വിധം ചെയ്യുമ്പോൾ ഉണക്കതലത്തോട് എന്ത് തന്നെ ചെയ്യുക. ദുഃഖത്തിന്റെ നാളുകളാകട്ടെ വരാനിരിക്കുന്നതേയുള്ളൂ. എന്റെ പ്രിയനാഥ, വേദനകളാൽ ഞങ്ങൾ പിടയുമ്പോഴും സ്നേഹിച്ചവർ തന്നെ പറയുമ്പോഴും ദ്രോഹിച്ചയക്കുമ്പോഴും അവയെല്ലാം അങ്ങേപോലെ ക്ഷമിക്കുവാനും സഹിക്കുവാനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. സത്യസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ും
പിടിച്ചു നിർത്തിയും ലോകമിതോളം ദർശിച്ചിട്ടില്ലാത്ത മർമ്മഭേദമായ ഒരു മനുഷ്യത്തിലേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തലയുയർത്തി നിൽക്കുന്ന കാൽവരി. ആവേശപൂർവ്വം ആത്മഹസിക്കുന്ന പടയാളികൾ അവരുടെ ദാഹജലം ഗാഗുൽത്തായെത്തിയപ്പോൾ അവരവിടത്തേക്ക് നേരത്തെ വീഞ്ഞു കുടിക്കുവാൻ കൊടുത്തത് അവരൊന്ന് സ്വീകരിച്ചില്ല. അവർ ചാട്ടവാറുകളോട് ആഞ്ഞടിക്കുന്നു. താപാർ മലയ്ക്കുമീതെ ഉദയസൂര്യനെ പോലെ പ്രശോഭിച്ച അതിരുകളിൽ അവർ ചാടി തുറന്നു. എല്ലാം നിശബ്ദമായി അവർ സഹിച്ചു. മനുഷ്യർ നശിച്ചുപോയ മൃഗീയതയുടെ ഏറ്റവും വലിയ തെളിയിക്കും അവരുടെ വസ്ത്രങ്ങൾ നാലായി നോക്കിപ്പെടുത്തു. മേലെ തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്കെത്തിക്കണമെന്ന് ചിന്തയിട്ട് തീരുമാനിക്കാം എന്നവർ തിരസ്കാരം പറഞ്ഞു. എന്റെ മേലയ്ക്ക് വേണ്ടി അവർ ചിന്തയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. രക്തത്തിലൊട്ടി പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കപ്പെടുമ്പോൾ ദുസ്സഹമായ വേദനയെ കുറിച്ച് മിശിഹായെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ നീ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എത്തിയ ദിവ്യമാം കൈകാലുകൾ ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. പൊട്ടിപ്പിളരുന്ന ഹൃദയങ്ങളെയെല്ലാം ആർക്കും കാണുവാൻ കഴിയാത്ത രീതിയിലുള്ള ഭീകരമായ നിമിഷങ്ങൾ അവർ ഈശോയെ കുരിശിൽ കിടത്തി ആ കരങ്ങളിൽ ആണിപ്പിടുത്തുകളിലേക്ക് വലിച്ചു നീട്ടി കാരിരുമ്പാണികൾ ആഞ്ഞടിക്കുന്നു. ദൈവമേ, എത്രയോ ദുസ്സഹമായ വേദന. മനുഷ്യന് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത വിധം ക്രൂരമായ പീഡനങ്ങൾ. എങ്കിലും അവിടുത്തെ മുഖത്ത് നൈരാശ്യമോ പരിഭവമോ
ഒട്ടും തന്നെയില്ല. പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അനുഭവിക്കുന്ന വേദനകൾ എൻ്റെ കുറ്റങ്ങളാലല്ല, ലോകമേ, നിന്റെ കുറ്റങ്ങൾ ഞാൻ ഏറ്റെടുത്ത് നിന്റെ വേദനകൾ മുഴുവൻ ഞാനിരിക്കുന്നു. ലോകത്തിന്റെ മോചനത്തിനായി, ലോകപാപങ്ങളെ കഴുകിക്കളയുന്നതിനായി ഞാനിതാ എൻ്റെ ജീവരക്തം ചൊരിയുന്നു. ഇത് നിങ്ങളുടെ മോചനത്തിനുള്ള എൻ്റെ രക്തമാണ്. നിങ്ങളുടെ മരണമാണ് ഞാൻ ഭരിക്കുന്നത്. ലോകരക്ഷകനായ മിശിഹായി, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന് അങ്ങേ ലോകം കുരിശിൽ തറച്ചു. യജമാനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. എല്ലാ ദുഃഖഭാരങ്ങളും അങ്ങേക്ക് വേണ്ടി സഹിച്ചു. അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. കുരിശിൽ കീടങ്ങോ ജീവൻ എരിയുന്ന ഭുവനീകനാഥനേശു. സൂര്യൻ മറഞ്ഞിരുന്നു, നാടിന്നു അന്ധകാരം നിറഞ്ഞു. സ്ഥലം ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ മുമ്പിൽ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശ്വപുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും മഹനീയ ബലിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അതാ കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ പിടയുന്ന ദൈവപുത്രൻ ദുസ്സഹമായ ആ വേദനയിലും അവിടുന്ന് നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. തന്നെ ഈ വിധം ദ്രോഹിച്ചവർക്കായി പരമപിതാവിനോട് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നതൊന്നും ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. എല്ലാം അറിയുന്ന നീ ഇവരോട് പൊറുക്കണമേ. കുരിശിന് താഴെ നിന്ന് പൊട്ടിക്കരയുന്ന തന്റെ മാതാവും മറ്റു സ്ത്രീകളും യോഹന്നാനെ നോക്കി, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട് അവിടെ അരുളി ചെയ്തു.
മനുഷ്യകുലത്തിന്റെ മുഴുവൻ അമ്മയായി അവിടുന്ന് മറിയത്തെ അവതരിപ്പിക്കുകയാണ്. മരണത്തിന്റെ ദുഃഖമായ വേളയിൽ മനുഷ്യകുലത്തെ അവിടുന്ന് മറക്കുന്നില്ല. അപ്പോൾ 12 മണി സമയമായിരുന്നു. എന്റെ പിതാവേ, അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് അരുൾ ചെയ്ത് അവിടുന്ന് മരിച്ചു. ചുറ്റിനും നോക്കുക. പെട്ടെന്ന് സൂര്യനിരുട്ടും, ആഴി അലറി, കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. മിന്നലും ഇടിനാദവും ഭൂമിയുടെ കീഴ്മേൽ മറിയുകയാണ്. യെരൂശലേം ദേവാലയത്തിന്റെ തിരശ്ശീല നടുകെ കീറിപ്പോയി. പാറകൾ പൊട്ടിപ്പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. സ്നേഹിതരെ, ബലിയിത പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. ശതാധിപനെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തിരികെ പോകുന്നു. കണ്ട് നിന്നവർ മറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോവുകയാണ്. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കിയിരിക്കുന്നു. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാനും ഒരു ദിവസം മരിച്ച് ഭൂമിയിൽ നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലികൾ പൂർത്തിയാക്കി അങ്ങേ പക്കലേക്കെത്തും. ആ നിമിഷങ്ങളിൽ എന്നെയും നീ മഹത്വപ്പെടുത്തേണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധനായ മാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. പതിമൂന്നാം സ്ഥലം. മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, ശബത്ത് ദിവസം.
കുരിശിൽ കിടക്കുവാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. ആപത്ത് വലിയ ദിവസമായിരുന്നു. അത് കാരണം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നുവെന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. എങ്കിലും പടയാളികളിൽ ഒരാൾ അവിടുത്തെ വിലാപ്പുറത്ത് മുഖം കൊണ്ടുകുത്തി അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. അനന്തരം മിശിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ നടയിൽ കിടന്നു. ശരണമറ്റത്തിന്റെ മടിയിൽ കിടക്കുന്ന ഒരു മകന്റെ മുഖത്തേക്ക് ആ മാതാവ് നിറകടകളോടെ നോക്കുകയും അസുഖങ്ങൾ ഇതറിയാതെ ഒഴുകി വീഴുന്നു. ഗലീലിയ കടലിലെ അലകളെ നിശ്ചലമാക്കിയവനല്ലേ, ഗെത്സമനയിലെ നറുമലരുകൾ നിങ്ങൾ കടന്നേറി വാർത്തിലെ, ഷരോണിലെ റോസാദളങ്ങളെ നിങ്ങളും വിതുപ്പിയില്ലേ. ഏറ്റവും വിപുലിയായ മാതാവേ, അങ്ങേ വത്സലപുത്രൻ തന്റെ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അതിയാത്ര പറഞ്ഞപ്പോൾ അങ്ങനെ ഭരിച്ച സങ്കടം ആർക്ക് വിവരിക്കുവാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തത് മുതൽ വഴിയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നുവല്ലേ. അങ്ങ് സഹിച്ച പീഠങ്ങളോർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും പ്രിയപ്പെട്ട അമ്മയെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കുന്നതല്ലേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രിസ്തുവിന്റെ കർത്താവിന്റെ തിരുമണം എന്റെ ഹൃദയത്തിൽ വിധി പോലെ സംസ്കരിച്ചിടും നീതാ, വിജയം വീരിഞ്ഞു ജീവന്റെ ഉറവയാണ് കൂടീരം. പതിനാലാം സ്ഥലം. ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു.
ഈശ്വരശിഹായെ ഞാൻ അങ്ങേ കുമ്പിട്ടായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈശ്വരപുരുഷനായ ഞങ്ങളോട് അപേക്ഷിച്ചു. പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യോസേഫ് ഈശോയുടെ മൃതദേഹം സംസ്കരിക്കുവാനായി ഏറ്റെടുത്തു. ദ്രവ്യങ്ങളും കൊണ്ട് അവർ ഈശോയുടെ ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാപനം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോ അങ്ങയോടുകൂടി ജീവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. മാമോദിസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. രാവും പകലും അങ്ങയെ വിടാൻ പോകുന്നതിനെ ചിന്തിച്ചുകൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്നിച്ചു മധ്യനാ സ്നേഹത്തിടമ്പിനെ നിർദ്ദയം ക്രൂശിലേറ്റി. നന്ദിയില്ലാത്തവൻ, ചിന്തയില്ലാത്തവൻ, നാഥാ പൊറുക്കേണമേ. നീയൊഴുക്കുവാൻ നൽകേണമേ വരങ്ങൾ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രക്ഷിപ്പിക്കുവാൻ സ്വയം ബലവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങയെ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യതപ്പെടുകയും ചെയ്യണമേ. അങ്ങയെ തിരുകുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും അവിടുന്ന് ഗമനിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങേ പ്രസാദിപ്പിക്കുവാൻ അവിടുന്ന് പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശ് മരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകർമ്മം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് എന്നും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മനസ്താപ പ്രകരണം. എൻ്റെ ദൈവമേ, എൻ്റെ നല്ലവനും യോഗ്യമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിന് പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ ഒഴിക്കുകയും ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാൽ സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ പ്രസാദ സഹായത്താൽ പാപസാധനങ്ങൾ ഉപേക്ഷിക്കുമെന്നും മേലെ പാപം ചെയ്യരുതെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാൻ ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്ക് വേണ്ടി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
കുരിശുമരണത്തിലൂടെ നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നത്തെ ദിവസം ദൃശ്യാവിഷ്കരണത്തിലൂടെ മനോഹരമായി കുരിശിൻ്റെ വഴി അവതരിപ്പിച്ച ഡോൺ ബോസ്കോ യുവജന കേന്ദ്രത്തിലെ എല്ലാ യുവജനങ്ങൾക്കും അതിൽ നേതൃത്വം വഹിച്ച ബ്രദർ മേഴ്സിനും ആദരാഞ്ജലി നയിക്കുന്നു. വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.